ചിരിച്ച്. അങ്ങനെ അവർ പിരിയുകയാണ്. അത്രയ്ക്കൊക്കെ വേണോ? നമ്മുടെ കഥാനായിക അങ്ങ് അപ്പുറത്ത് ഫോട്ടോഷൂട്ടിന് പോയിരിക്കുന്നതാണ്. ചിരിച്ചേ. വീഡിയോ എല്ലാം ഈ ഒരു യൂട്യൂബിലുണ്ടേ, അതിന് വേണ്ടിയായിട്ട് നമ്മൾ പള്ളിയിലോട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തേക്കാം. ക്യാമറയ്ക്ക് ആക്ച്വലി ആകെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ഇറങ്ങി, എല്ലാവരും പള്ളിയിലോട്ട് ഇറങ്ങുക. ചിട്ടി തന്നെ നമ്മൾ എത്തൂലല്ലേ വിളിക്കാൻ. അങ്ങനെയല്ല, മാവേനും വിളി. ഇന്നലെ പറയാ പോയ ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നേ, കാണണ്ടേ നിങ്ങളെ, ക്യാമറ കാണണ്ടേ. അത് അവർ പോകുന്നു ഫുഡ് കഴിക്കാനായി. നമസ്കാരം. എന്താ ചെയ്തി? ഓക്കെ നടന്നു. ഓക്കെ. വെട്ടി കയറ്റും അല്ലേ? എനിക്കെന്താ, ചേച്ചി കഴിച്ചായിരുന്നോ? സ്ഫോടകവസ്തുവാണ് കഴിക്കണേ. അങ്ങനെ അവര് നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് വന്ന സീനാണ്. എനിക്ക് നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത്
അതുപോലെ ഞാൻ മാറ്റാം. വെറുതെ അല്ലടി, അവൻ ആദ്യം കണ്ട് കാണാൻ വന്ന പിന്നെ ഇവളെ കണ്ട് പിന്നെ തന്നെ കാണാൻ പോകേണ്ടി വന്നു. അവിടെ അവൻ പെട്ടത്. ഇവളവനെ പൊന്നൂന്ന് വിളിക്കും, അവനെ വാവേന്ന് വിളിക്കും. വാവേ എന്റെ ചക്കരയെന്നൊക്കെ വിളിക്കും. രാത്രി 2 മണിയൊക്കെ കഴിഞ്ഞാണല്ലോ ഒരു വിളിയുണ്ട്. എടാ അവരെന്തിയെ നോക്കില്ലത്. അത് പൊക്കത്തിരിക്കുന്നോണ്ടാ. അവരെവിടെ? അതിന്റെ ഉള്ളിലോ? അങ്ങനെ അവർ പിരിയുകയാണ്. എല്ലാവരും കല്യാണം കഴിഞ്ഞ് മടുത്തിട്ട് അവസാനമായിട്ട് അവർ ചർച്ചയും പരിപാടി. ഞങ്ങളാരും വീട്ടിൽ പോയില്ല. ഏട്ടായി ഇവിടെ ഇരിപ്പുണ്ട്. TCSന്റെ സ്വന്തം ഉമ്മച്ചിയായിട്ട് ചർച്ച. അസിസ്റ്റന്റ് കമ്മീഷണർ മെൻഷടിച്ചില്ല. എങ്ങോട്ട് സർവമയാണല്ലോ. എടി ഇപ്പൊ ഒരിടത്ത് ടിക്കറ്റ് ഇല്ല, ഞങ്ങള് നോക്കിയതാ. ഡോറടച്ചു. നീ നാളെ ലീവ് എടുത്തിട്ട് നിനക്ക് പണി കിട്ടണം. എല്ലാരും കൂടി ചായ കുടിക്കാൻ ഇറങ്ങിക്കണം. ട്രാഫിക്കിൽ നിന്ന് കേറാൻ വേണ്ടി നോക്കുന്ന അതുണ്ടോ? കടക്കുവാ. ഹലോ ഗായ്സ്, നോക്കൂ. കുറച്ച് പേര് വന്നില്ല. ആയിരിക്കുന്നതാണ് നമ്മുടെ കഥാനായകൻ. ഇന്നലത്തെ എല്ലാ ക്ഷീണങ്ങൾക്ക് ശേഷം രാവിലെ എണീറ്റെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഥാനായികയുടെ ഈ അവസാന ചിത്രമായി ഞങ്ങളുടെ ഈ വ്ലോഗ് അവസാനിക്കുകയാണ്. പക്ഷെ ഇവൾ മല പോലെ കിടന്നുറങ്ങിക്കഴിഞ്ഞു. കണ്ടോ? ഈ കഥാനായികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തോന്നാലും ഇങ്ങനെ തന്നെ ഇരിക്കും. ക്യാമറ ഉയർത്തിയാൽ മാത്രമേ ചിരിക്കുള്ളൂ. ഞങ്ങളിതാ യാത്രയാവുന്നു. ചിന്നു ചിരിച്ച് അത് മതി. ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കുന്നു.